വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൈനാട്ടി മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള പ്രദേശങ്ങൾ അപ്ഡേഷൻ നൽകാനാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ കാണാൻ തുടങ്ങുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ കമൻറ്റ് ചെയ്ത് പറ്റുമെങ്കിലൊന്ന് ഷെയർ ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ കുഞ്ഞിപ്പള്ളി ലക്ഷ്യമാക്കിയത് യാത്രയാണ്. അപ്പോൾ കൈനാട്ടി കഴിഞ്ഞുള്ള പ്രദേശത്ത് കാര്യമായിട്ടുള്ള വർക്ക് കൈനാട്ടി കഴിഞ്ഞൊരു 10-300 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 വരി പാതയുടെ ഒരു 2 വരിയൊക്കെ ഒരു 4 വരിയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. 4 അല്ല 6 വരി തന്നെ ഈ പ്രദേശങ്ങളിൽ ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു 10-300 മീറ്ററാണ് ആ ഒരു ടാർ ചെയ്ത ഒരു പ്രദേശമുള്ളൂ. വാഗാടിൻ്റെ അധിക വർക്കും നമ്മൾ കാണുന്നത് നമ്മൾ 200 മീറ്റർ ഒരു 300 മീറ്റർ ടാർ ചെയ്ത് പിന്നെ അവിടുന്ന് ഡൈവേർട്ട് ആവും. പിന്നെ അടുത്ത ഒരു വർക്ക് വീണ്ടും അങ്ങനെ. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇവിടെ കംപ്ലീറ്റ് ഗേഡർ, ഒരു പക്ഷേ ഈ ഗേഡറുകളുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ ടാർ ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. കാരണം കംപ്ലീറ്റ് ആ ഗേഡറുകൾ നീക്കം ചെയ്യേണ്ടതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം, എന്താ അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും അതേപോലെ ഒരു 6 വരി പാതയുടെ ടാറിങ് പൂർത്തിയായ ഒരു കാഴ്ച. ഒരു 10-500 മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. നമ്മുടെ നാദാപുരം റോഡ് ആ ഒരു പ്രദേശമാണിത്. ഇവിടെ ഒരുപാട് നമ്മൾ 6 വാളുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും റോഡ് ഡൈവേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ആകുമ്പോൾ നിലവിൽ നല്ല സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സോളാർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാഗാട് വെച്ചിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല മാറ്റം തന്നെയാണ് വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക്, ഇവിടെ വന്നിട്ട് ദേശീയപാത, ഉയർന്ന് വന്നിട്ടുള്ള ദേശീയപാത ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. പിന്നെ കൈനാട്ടി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം കാര്യമായിട്ട് വർക്ക്, ഡ്രാനേജിൻ്റെ വർക്ക് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ, നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ വേറെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഈ പ്രദേശങ്ങളിൽ നടക്കുന്നില്ല. പിന്നെ കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുക്കാളി ആ ഒരു പ്രദേശങ്ങളിലാണ് 6 വരി പാതയുടെ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ നാദാപുരം റോഡ് കഴിഞ്ഞ് നമ്മുടെ മടപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മടപ്പള്ളി ഹൈസ്കൂൾ, മടപ്പള്ളി കോളേജ് അതിൻ്റെയൊക്കെ ഒരു ഫ്രണ്ടിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഒരു 10-200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 6 വരി പാത കുറച്ച് ഭാഗം ഒരു 500 മീറ്റർ വീണ്ടും ടാർ ചെയ്ത് കാണാൻ സാധിക്കും. 6 വാളുകളൊക്കെ ഇതേപോലെ കൂട്ടിയിട്ടത് കാണാൻ പറ്റും. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഹൈറ്റുള്ളൊരു പ്രദേശമായിരുന്നു. അത് കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തി അതിനുശേഷം ഒരു ടാർ ചെയ്തൊരു കാഴ്ചയാണ് ഇവിടെ. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ പഴയ ദേശീയപാതയായിരുന്നു. ആ ദേശീയപാത കംപ്ലീറ്റ് ഇടിച്ച് താത്തിയതാണ്. ഇവിടെ എല്ലാം വാഗാട് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഫുള്ള് റോങ്ങാണ് കയറി വരുന്നത്. നമ്മൾ റോഡിൽ നിന്ന് തയ്യാറെടുക്കേണ്ട അവസ്ഥ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ 6 വരി പാതയുടെ കുറച്ച് ഭാഗങ്ങൾ ടാർ ചെയ്ത ഭാഗം കഴിഞ്ഞു. പിന്നെയും പഴയ ദേശീയപാതയിലൂടെ ഡൈവേർട്ടായി സഞ്ചരിക്കുകയാണ്. പിന്നെ മുക്കാളിയാണ് പിന്നെ അടുത്ത പ്രദേശം. മുക്കാളിയിൽ വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. മുക്കാളി തന്നെയാണെന്നാണ് എൻ്റെ മുക്കാളിയല്ല, കണ്ണൂക്കര. അപ്പോൾ കണ്ണൂക്കര പ്രദേശത്ത് ഒരു വലിയ അണ്ടർ പാസേജ് വരുന്നുണ്ട്. നമ്മുടെ ഒഞ്ചിയം, ഓർക്കാട്ടേരി ആ ഭാഗങ്ങളിലൊക്കെ പാസ് ചെയ്യാനുള്ള അണ്ടർ പാസേജ്. അത് കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞതുപോലെ റോഡ് ഡൈവേർട്ട് ആവുകയാണ്. ഇവിടെയും
ഒരു 500 മീറ്റർ 3 വരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മളെ മുക്കാളി എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ നല്ല രീതിയിൽ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ണൂക്കര കഴിഞ്ഞ് ഇപ്പോൾ പുതിയ ദേശീയപാത 6 വരിപ്പാത പൂർത്തിയായിട്ടുള്ള ഇവിടെയൊക്കെ കംപ്ലീറ്റ് താര ചെയ്തിട്ടുണ്ട്. പക്ഷേ താര ചെയ്താണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് പൊടിയാണ്. അപ്പോൾ പഴയ ദേശീയപാത ഇത്രയും താഴ്ത്തേണ്ടതുണ്ട്. ഓൾറെഡി ഈ ഭാഗങ്ങളിലൊക്കെ താത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ നിലവിൽ നമ്മളെ എന്താണ് പറയുക, നമ്മളെ ഒരു സോയിൽ നെയിലിങ് അത് ചെയ്യാനുള്ളൊരു വർക്കാണ്, സിമൻറ്റ് പൂശാനുള്ള വർക്കാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പക്ഷേ വലിയ രീതിയിലുള്ള മണ്ണൊക്കെ എക്സ്കവേഷൻ ചെയ്ത ഭാഗമൊക്കെ നല്ല രീതിയിൽ ഉറപ്പായിട്ടൊന്നും നമുക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു അടിഭാഗത്തുള്ളൊരു ചെടി മണ്ണ് പോലെയൊക്കെയാണ് കുറച്ച് ഭാഗങ്ങൾ ഫീൽ ചെയ്യുന്നത്. പഴയ ദേശീയപാത ഇവിടെയൊക്കെ താത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ താത്താനുള്ള വർക്കാണ്, താഴ്ത്തിയെടുക്കാനുള്ള വർക്കാണ് നടത്താനുള്ളത്. ഇവിടെയൊക്കെ എക്സ്കവേഷൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ദേശീയപാതയാണ് ഇവിടെയൊക്കെ. ടേണിങ്ങുകളൊന്നുമില്ലാത്ത നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ചോമ്പാൽ ഹാർബർ, ചോമ്പാല പ്രദേശത്തൊക്കെ പോകുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ കാറിവാളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഏകദേശം വർക്കും ഇപ്പോൾ നമ്മൾ വടകര, കൊയിലാണ്ടി, പയ്യോളി, കൈനാട്ടി, കുഞ്ഞിപ്പള്ളി വരെയുള്ള വർക്കുകൾ, ഭൂരിഭാഗം വർക്കുകളും വാഗാടിൻ്റെ കൈകളിലാണുള്ളത്. ആ വാഗാട് ആകട്ടെ ചില സമയങ്ങളിലൊക്കെ വളരെ ലാഗ് ചെയ്തുകൊണ്ടാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളില്ല, പല സമയങ്ങളിലും. അപ്പം അങ്ങനെ നമ്മൾ നേരെ കുഞ്ഞിപ്പള്ളി ആ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 6 വരിയുടെയും സ്ട്രക്ചർ കംപ്ലീറ്റ് ആയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലെവലിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാത വരുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞ് നമ്മളെ കുഞ്ഞിപ്പള്ളി പ്രദേശത്തുമ്പോഴത്തേക്ക് പിന്നെ നിരാശയാകുന്നൊരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിപ്പള്ളി പ്രദേശമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത്. പിന്നെ അതേപോലെ പഴയ ദേശീയപാത ഒന്നുകൂടി മണ്ണിട്ട് ഉയർത്തി താറിയാനുള്ള വർക്കുണ്ട്. അതുപോലെ കുഞ്ഞിപ്പള്ളി നമ്മൾ ആ ഒരു കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ടിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ആളുകളൊക്കെ കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ടിലാണ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. വലിയൊരു കളിസ്ഥലം, നമുക്ക് കാര്യമായിട്ടുള്ള നഷ്ടമൊന്നുമില്ലാതെ ദേശീയപാതയിൽ നിലനിൽക്കുന്നൊരു സാഹചര്യം എന്തായാലും ഉണ്ടാവും. ഇവിടെയാണ് വലിയൊരു അണ്ടർ പാസേജ് വരുന്നത്. നമ്മൾ കണ്ണൂർ എയർപോർട്ടൊക്കെ പോകുന്ന ഒരു റോഡ് കൂടിയാണിത്. കുഞ്ഞിപ്പള്ളി പള്ളി എന്ന് പറയുന്ന ആ ഒരു പള്ളിയാണിത്. സത്യം പറയുകയാണെങ്കിൽ ഈ കുഞ്ഞിപ്പള്ളിക്ക് ഒരുപാട് ചരിത്രമുണ്ട്. ആ ചരിത്രമൊന്നും എനിക്ക് തോന്നുന്നു ഏകദേശം ആളുകൾക്കും അറിയില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്തോളം ചരിത്രമുള്ള ഒരു പ്രദേശമാണ്. അതെന്നല്ല നമ്മുടെ വിഷയം. എന്നാലും പിന്നെ നമ്മൾ പള്ളിയുടെ പ്രദേശത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പഴയ ദേശീയപാത വന്ന് അവസാനിക്കുന്നതും അതേപോലെ പുതിയ മാഹി കുഞ്ഞിപ്പള്ളി ദേശീയപാത അവസാനിക്കുന്നത്. അല്ലെങ്കിൽ മാഹി കുഞ്ഞിപ്പള്ളി മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്ക് ദേശീയപാത ആരംഭിക്കുന്നതും ഒരു പ്രദേശമാണ്. അപ്പം നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടുന്ന് അങ്ങോട്ട് വളരെ വിശാലമായി വാഹനങ്ങൾക്ക് പറന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ദേശീയപാത 6 വരിപ്പാത ഓപ്പൺ ചെയ്തതും അതോടൊപ്പം തന്നെ സർവീസ് റോഡ് ക്ലോസ് ചെയ്തതൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു.
അപ്പോൾ നിലവിലിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം ടോള് കൊടുക്കുന്നതിന് കഴിയാതെ പല ആളുകളും യാത്ര ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണോ പിന്നെ ഈ രീതിയിൽ റോഡ് ക്ലോസ് ചെയ്തത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇതെന്താ സംഭവം എന്ന് കൂടി നമുക്ക് നോക്കാം. നമ്മളൊരു കറക്റ്റ് വ്യക്തത വരുത്താം എന്താണ് സംഭവം. ഇനിയിപ്പം ഇവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ചിലപ്പം വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ അഭ്യൂഹങ്ങൾ പരത്തേണ്ടതില്ല, നമുക്ക് നോക്കാം. നമ്മളെ കുഞ്ഞിപ്പള്ളി ദേശീയപാത കഴിഞ്ഞിട്ടുള്ള മാഹി ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഡോറ് ഡൈവേർട്ട് ആകുന്നുണ്ട്. സംഭവം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ വർക്ക് നടക്കുന്നു? ഇവിടെ ഒന്നും വർക്ക് ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നിലവിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്.